സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. ലവണാസുരൻ്റെ ഉപദ്രവം സഹിക്കൊയ്യാഞ്ഞ് കാഞ്ചനാദികളായ മഹർഷിമാർ രാമദേവനെ അഭയം പ്രാപിച്ചു. ലവണാസുര നിഗ്രഹാർത്ഥം ശത്രുഘ്നനെ രാമദേവൻ പടയോടുകൂടി പറഞ്ഞയച്ചു. ശത്രുഘ്നൻ ആദ്യം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പോയത്. അവിടെ അന്നേ ദിവസം അതിഥിയായി ശത്രുഘ്നനും കൂട്ടരും താമസിച്ചു. ഓരോ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ പണ്ടൊരു യാഗം നടന്നിരുന്നുവല്ലോ, അതാരാണ് ആ യാഗം ചെയ്തത് എന്ന് വാൽമീകി മഹർഷിയോട് ശത്രുഘ്നൻ ചോദിക്കുകയുണ്ടായി. അതിനുത്തരമായി വാൽമീകി മഹർഷി ആ കഥ പറയുകയാണ്. ഇനി മുന്നോട്ടുള്ള ഭാഗത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 779 വരി മുതലാണ് നമുക്ക് പാരായണം ചെയ്യേണ്ടുന്നത്. പാരായണം തുടരാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. മിത്രവംശോദ്ഭൂതനായുണ്ടായ സുദാസനു പുത്രനാം മിത്രസഖനുണ്ടായാൻ സൗദാസനം. മിത്രവംശോദ്ഭൂതൻ, സൂര്യവംശത്തിൽ ജനിച്ച സുദാസൻ എന്ന രാജാവിന് സൗദാസൻ എന്ന പുത്രനുണ്ടായിരുന്നു. മൃഗയാ കുതുകം പൂണ്ടാടവി തന്നിൽ പൊക്ക് മൃഗസഞ്ചയം കൊന്നു പെരുമാറിന കാലം. മൃഗയാ കുതുകം പൂണ്ട്, അതായത് നായാട്ടിനായിട്ട് അവൻ വനത്തിൽ പോയി ആ നായാട്ടിൽ മുഴുകി സന്തോഷിച്ചു കഴിയവേ 2 രാക്ഷസർ വനത്തിങ്കൽ ശാർദൂലങ്ങളായി ഉണ്ടവ 2-ൽ-1 കൊന്നിതു സൗദാസനും. 2 രാക്ഷസന്മാർ അവിടെ ആ വനത്തിൽ പുലിയായിട്ട് അങ്ങനെ കഴിഞ്ഞു വരവേ അതിലൊന്നിനെ ഈ സൗദാസൻ വധിച്ചു. നിനക്കുമാപത്തു ഞാൻ വരുത്തിയിടുവനെന്ന് കനക്കരോഷം പൂണ്ടു പറഞ്ഞു മറ്റേവനും. അപ്പം മറ്റേ പുലി സൗദാസനോട് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ചിന്തിച്ചു, നോക്കിക്കോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ ആപത്ത് വരുത്തും, നിന്നെ കാണിച്ചു തരാം എന്ന്. സൗദാസൻ പിന്നെ സുദാസൻ മൃതനായ ശേഷം മേദിനീശ്വരനായി വാണിയിടിന കാലത്തിങ്കൽ. കുറെ നാളിന് ശേഷം സുദാസൻ നാട് നീങ്ങി. സൗദാസൻ രാജാവായി. യാഗവും ചെയ്തിടിനാൻ വസിഷ്ഠ നിയോഗത്താൽ ആഗമിച്ചിതു രക്ഷസവിടെ വസിഷ്ഠനായി. അതാ ആ രാക്ഷസൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. സൗദാസൻ ഒരു മഹായാഗം നടത്തി വസിഷ്ഠൻ്റെ നിർദ്ദേശത്താൽ.
അപ്പോൾ ഇതാ മറ്റേ ആ പുലി രാക്ഷസൻ അവിടെ എത്തി. രാക്ഷസന്മാർക്ക് അവരുടെ ഇഷ്ടം പോലെ രൂപം ഒക്കെ എടുക്കാനുള്ള കഴിവുണ്ടല്ലോ. ഉപദംശത്തിൽ നിന്ന് മാംസമുണ്ടാക്കിയിടെന്ന്, ഉപദംശത്തിൽ നിന്നു മാംസമുണ്ടാക്കിയിടെന്ന് നൃപനോടുര ചെയ്തു മറഞ്ഞു രാക്ഷസനും. യാഗമൊക്കെ കഴിഞ്ഞ് സദ്യയുണ്ടല്ലോ, അപ്പോൾ അതിന് മാംസം വേണം, മാംസം കൂട്ടി ഊണ് കഴിക്കണം എന്ന് ആ സൗദാസനോട് പറഞ്ഞു. രാക്ഷസൻ ആരായിട്ടാണ് ആരുടെ വേഷം ധരിച്ചാണ് വന്നത്? വസിഷ്ഠൻ്റെ വേഷം ധരിച്ചാണ് വന്നത്. ഇതിന് സമാനമായ ഒരു കഥ നമ്മൾ മുമ്പ് അധ്യാത്മരാമായണത്തിൽ പാരായണം ചെയ്ത് പഠിച്ചിരുന്നു. അതായത് ശുകൻ എന്ന ബ്രാഹ്മണൻ വനത്തിൽ തപസ്സനുഷ്ഠിച്ചു വരവേ വജ്രദംഷ്ട്രൻ എന്ന രാക്ഷസൻ അദ്ദേഹത്തെ പറ്റിക്കാനായിട്ട് അഗസ്ത്യൻ്റെ വേഷം ധരിച്ച് അവിടെ എത്തി. മർത്യമാംസം കൂട്ടി വേണം എനിക്കിന്ന് ഊണെന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യമുനി നേരത്തെ വന്നിരുന്നു. അദ്ദേഹം സ്നാനത്തിനായിട്ട് നദിയിലേക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വേഷം ധരിച്ച് ഈ വജ്രദംഷ്ട്രൻ അവിടെ എത്തിയതും ശുകനെ ഇങ്ങനെ പറ്റിച്ചതും. അപ്പോൾ മർത്യമാംസം വിളമ്പിയ ആ സമയത്ത് അഗസ്ത്യമുനി ഇത് കണ്ടിട്ട് ശുകനെ ശപിച്ചു. അങ്ങനെയാണ് രാക്ഷസനായി ലങ്കയിൽ രാവണൻ്റെ ചാരനായിട്ട്, രാവണൻ്റെ ദൂതനായിട്ട് അവിടെ കഴിഞ്ഞു വന്നത്. അതുപോലെ ഇവിടെ വസിഷ്ഠൻ്റെ വേഷം ധരിച്ചാണ് മറ്റേ രാക്ഷസൻ എത്തിയത്. ആ പുലികളായിട്ട് നടന്നിരുന്നതിൽ ഒരാൾ നിറഞ്ഞ മോദത്തോടു മാംസമുണ്ടാക്കിയിടുവാൻ പറഞ്ഞു നൃപേന്ദ്രനും പാചകൻ തന്നോടപ്പോൾ. പാചകക്കാരനോട് രാജാ സൗദാസൻ സന്തോഷത്തോടു കൂടി വസിഷ്ഠമുനിയെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടഭോജനം കൊടുക്കാനായിട്ട് മാംസക്കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ആമിഷകർത്താവു തൻ വേഷമായി നിശാചരനാ വിഷം കൊടുത്തിതു മാനുഷമതു നേരം. അങ്ങനെ ആ ഇറച്ചിക്കാരൻ കൊണ്ടുവന്ന് ഇറച്ചിക്കാരൻ്റെ വേഷം ധരിച്ച് ആ രാക്ഷസൻ അവിടെ വന്നിട്ട് അത് കൊടുത്ത് പാചകക്കാരനെ ഏൽപ്പിച്ചു പോയി. പാചകക്കാരൻ നന്നായിട്ടത് പാചകം ചെയ്ത് കാണും. സൂതനും വസിഷ്ഠനും സാദരം വിളമ്പിനാൻ, ക്രോധമുൾക്കൊണ്ട് ശപിച്ചിടിനാൻ വസിഷ്ഠനും. അങ്ങനെ ആ സദ്യയിൽ വസിഷ്ഠന് മാംസം വിളമ്പിക്കൊടുത്തു. ഇത് കണ്ട് വസിഷ്ഠൻ അത്യന്തം കോപിഷ്ഠനായി ശപിക്കുകയും ചെയ്തു. മാനുഷമാംസം ഭക്ഷിച്ചിടുമോ ബ്രാഹ്മണൻ ഞാൻ, മാനവശ്രേഷ്ഠ ഭവാൻ അതിനാലിനിമേലിൽ മർത്യമാംസവും ഭക്ഷിച്ചടവീതലം തോറും നിത്യവും നിശാചരനായി സഞ്ചരിക്കണം. രാജാവേ, എന്താണ് ഈ കാട്ടിയത്? ബ്രാഹ്മണനായ ഞാൻ മനുഷ്യ മാംസം ഭക്ഷിക്കുകയോ? ഇങ്ങനെ ഈ അവിവേകത്തെ കാണിച്ച നീ മർത്യമാംസവും ഭക്ഷിച്ച് വനത്തിൽ ഇങ്ങനെ രാക്ഷസനായിട്ട് കഴിഞ്ഞോണം എന്നാണ് ശാപം കൊടുത്തത്. ശാപത്തെ കേട്ടു നൃപൻ കാരണം തിരഞ്ഞപ്പോൾ ആപത്തിൻ മൂലമെല്ലാം അറിഞ്ഞോരനന്തരം. അയ്യോ, അങ്ങ് തന്നെയല്ലേ വന്ന് എനിക്ക് മർത്യമാംസം കൂട്ടി ഊണ് വേണമെന്ന് പറഞ്ഞത്, എന്നിട്ടിപ്പോൾ എന്നെ ശപിക്കുകയോ?
എന്തു പറഞ്ഞു നീ? അപ്പോഴാണ് വസിഷ്ഠമുനി അദ്ദേഹത്തിൻ്റെ അകക്കണ്ണുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഉടൻ തന്നെ രാക്ഷസൻ ചതിച്ചതെന്നറിഞ്ഞു വസിഷ്ഠനും ദാക്ഷിണ്യം പൂണ്ടു നൃപനോടരുൾ ചെയ്തിടിനാൻ. രാക്ഷസൻ നമ്മെ പറ്റിച്ചു എന്നറിഞ്ഞുകൊണ്ട് കരുണയോടുകൂടി സൗദാസനോട് ഇപ്രകാരം പറഞ്ഞു: വേദജ്ഞന്മാർ വാക്കുകൾ അസത്യമായി വന്നിടാം, 12 സംവത്സരം കൊണ്ടു തീരുക ശാപം. വേദജ്ഞന്മാരായ മുനിമാരുടെ വാക്കുകൾ പാഴായി പോവില്ല. അതുകൊണ്ട് 12 വർഷക്കാലം അങ്ങ് ഈ ശാപത്തെ അനുഭവിക്കുക തന്നെ ചെയ്യണം. രാക്ഷസനായി വനത്തിൽ കഴിയണം. മന്നവ, രാക്ഷസനായി വാഴുന്നാൾ ചെയ്യും കർമ്മം പിന്നെയൊന്നുമേ തവ തോന്നുകയില്ല താനും. രാക്ഷസനായി ഇങ്ങനെ 12 വർഷം കഴിയുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളെ പറ്റിയോ രാക്ഷസനായതിനെ പറ്റിയോ ഒന്നും പിന്നീട് അങ്ങേക്ക് തോന്നുകയില്ല. ആ കർമ്മങ്ങളുടെ പാപങ്ങളൊന്നും ഏൽക്കുകയില്ല. ശാപവും 12 കൊണ്ടു തീർന്നൊരു ശേഷം ഭൂപതി പ്രവരനായി വന്നിതു സൗദാസനും. അങ്ങനെ 12 വർഷം കൊണ്ട് ആ ശാപമൊക്കെ തീർന്നു. അദ്ദേഹം വീണ്ടും രാജാവായി. അന്ന് അവൻ ചെയ്ത യാഗഭൂമി തറിഞ്ഞാലും എന്നു ശത്രുഘ്നൻ തന്നോടരുളി ചെയ്തു മുനി. അന്ന് അവൻ ചെയ്ത യാഗഭൂമിയാണ്, ആ യാഗം ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത് എന്ന് ശത്രുഘ്നനോട് വാൽമീകി മഹർഷി ആ കഥ പറഞ്ഞു നിർത്തി. നാം ഇനി ഉറങ്ങുക, നാഴികയൊട്ടു ചെന്നു യാമിനി അതു നേരം എല്ലാവരും ഉറങ്ങിനാൻ. കഥകൾ പറഞ്ഞ് രാത്രി ഒരുപാടായി, നമുക്കിനി ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അർദ്ധരാത്രിക്കു വന്നു വാൽമീകി തന്നോടപ്പോൾ എത്രയും സന്തോഷിച്ചു ചൊല്ലിനാൻ ഒരു ശിഷ്യൻ. ആ ദിവസം അവർ ഉറങ്ങുകയായിരുന്നു. രാത്രി അർദ്ധരാത്രി ആയപ്പോൾ വാൽമീകി മഹർഷിയുടെ ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു: മൈഥിലി പ്രസവിച്ചു. സീതാദേവി 2 കുട്ടികൾക്ക് ജന്മം നൽകി. പൈതങ്ങൾ 2 പേരുണ്ടറിക തപോനിധേ. ആ സന്തോഷ വാർത്ത മഹർഷിയുടെ ആ ശിഷ്യൻ വന്നിട്ട് മഹർഷിയെ അറിയിച്ചു. ശത്രുഘ്നനതു കേട്ടു സന്തോഷം പൂണ്ടാനേറ്റം ഉദ്ധായ വാൽമീകി താൻ ജാതകർമ്മവും ചെയ്താൻ. ശത്രുഘ്നൻ അറിയാം സീത ഇവിടെ ഉണ്ടെന്ന്, പക്ഷെ ഒരു തമ്മിൽ കാണാനുള്ള അവസരം ഉണ്ടായില്ലായിരുന്നു. ഇപ്പോൾ ഇതാ ആ സന്തോഷ വാർത്ത ശത്രുഘ്നനും അറിഞ്ഞു. ഹരേ രാമ. ഇനി നമുക്ക് ലവണാസുരവധം വായിക്കാം. പ്രത്യുഷശുദ്ധായ ശത്രുഘ്നനും വാൽമീകിയെ നത്വാ യാത്രയുമയപ്പിച്ചുടൻ നടകൊണ്ടാൻ. രാവിലെ അവർ നിത്യകർമ്മങ്ങൾക്ക് ശേഷം ശത്രുഘ്നനും പടയും വാൽമീകി മഹർഷിയെ നമസ്കരിച്ചിട്ട് യാത്രയായി. എങ്ങോട്ടാണ്? ആ ലവണാസുരനെ വധിക്കാനായിട്ട്. കാളിന്തി തീരം ബുക്ക് താപസാശ്രമങ്ങളിൽ ആനന്ദം പൂണ്ടു വസിച്ചിടിനാൻ പടയോടും. കാളിന്തി തീരത്തെത്തി അവിടെ
തപസ്സനുഷ്ഠിച്ചു കഴിഞ്ഞു വന്ന മാമുനിമാരുടെ ആശ്രമത്തിലൊക്കെ അവരുടെ ആതിഥ്യം സ്വീകരിച്ച് കഴിഞ്ഞു. താപസേന്ദ്രന്മാർ പറയും പുരാണങ്ങൾ കേട്ടു താപവുമകന്നിരുന്ന നേരം ചോദ്യം ചെയ്താൻ. അങ്ങനെ ആ മാമുനിമാർ പറഞ്ഞ കഥകളൊക്കെ കേട്ട് ശത്രുഘ്നനും കൂട്ടരും അവിടെ അങ്ങനെ കഴിഞ്ഞു വരുന്നു. അപ്പോൾ ശത്രുഘ്നൻ അവരോട് ചോദിച്ചു, ശിവനാൽ ദത്തമായ ശൂലം കൊണ്ടാരാനെയും ലവണൻ വധിച്ചവാറുണ്ടോ ചൊല്ലുക വേണം. ലവണാസുരനെ വധിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ്റെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ശിവനിൽ നിന്ന് കിട്ടിയ ആ ശൈവദത്തമായ ശൂലം കൊണ്ട് ഇവൻ ആരെയും വധിച്ചിട്ടുണ്ടോ പണ്ട് എന്ന് മാമുനിമാരോട് ശത്രുഘ്നൻ ചോദിച്ചു. എന്നതു കേട്ടു മുനിശ്രേഷ്ഠനുമരുൾ ചെയ്തു മുന്നം മാന്ധാതാവായ ഭൂപതി കുലശ്രേഷ്ഠൻ വിക്രമം കൊണ്ടു ഭൂമി മണ്ഡലമടക്കിനാൻ സ്വർഗവുമടക്കി വാഴേണമെന്നൊരുമ്പെട്ടാൻ. അതെ, പണ്ട് മാന്ധാതാവെന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ടും കയ്യൂക്കുകൊണ്ടും ഭൂമിയൊക്കെ അടക്കി പാലിച്ചു വരവേ അദ്ദേഹത്തിനൊരാഗ്രഹം, സ്വർഗവും കൂടി പിടിച്ചടക്കണമെന്ന്. ശക്രനും അതു കണ്ടു ഭൂപതിയോട് ചൊന്നാൻ, ശക്യമെത്രയും ഭവാൻ ഭാവിച്ചതുപന്നം. ഇതറിഞ്ഞ ദേവേന്ദ്രൻ തൻ്റെ കസേര പോകുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ മാന്ധാതാവിനോട് ചെന്ന് ചോദിക്കുകയാണ്, അങ്ങ് ചെയ്യുന്ന കാര്യമൊക്കെ വളരെ നല്ലതാണ്. സ്വർഗവും അടക്കിക്കഴിഞ്ഞാൽ പിന്നെ ത്രിലോകങ്ങൾക്കും അധിപതിയായി നല്ല കാര്യം തന്നെയാണ്. എങ്കിലും അവനി തന്നിൽ മധുവനമാം ദേശേ വാഴും ലവണൻ തന്നെ ഭവാൻ സമരേ ജയിച്ചിതോ. അങ്ങ് ഭൂമിയൊക്കെ അടക്കി എന്ന് പറഞ്ഞു. പക്ഷേ ഭൂമിയിൽ മധുവനം എന്ന പ്രദേശത്ത് അവിടെ ലവണാസുരൻ എന്ന ഒരു രാക്ഷസനുണ്ട്. അവനെ അങ്ങ് ജയിച്ചിട്ടാണോ ഈ വരവ്? മാന്ധാതാവതു കേട്ടു ലവണൻ തന്നെ വെൽവാൻ കാന്താരേ വന്നു യുദ്ധത്തിനായി വിളിച്ചിതു. അങ്ങനെയായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ അദ്ദേഹം ആ ലവണാസുരൻ്റെ അടുത്തേക്ക് പോയി യുദ്ധത്തിനായിട്ട് അവനെ വിളിച്ചു. ശൂലാഗ്നിജ്വാലയാലേ ദഗ്ധനായി ദുർവൻ കാലാരിയുടെ ശൂലമെത്രയും പേടിക്കേണം. ഒന്നുമില്ല, മാന്ധാതാവിടെ ചെന്നു. ലവണാസുരൻ ആ കാലാരി പരമശിവൻ്റെ ആ ശൂലം പ്രയോഗിച്ചു. അപ്പം തന്നെ മാന്ധാതാവിൻ്റെ കഥയും കഴിഞ്ഞു. ദഹിച്ചു പോയി ആ ശൂലമേറ്റ്. യുദ്ധം താപസവാക്യം കേട്ടുടൻ ശത്രുഘ്നനും പ്രത്യുഷസിങ്കിൽ കൃതകൃത്യനായി പുറപ്പെട്ടാൻ. അതുകൊണ്ട് ഈ ശൂലമേൽക്കാതെ നോക്കിക്കോണം. ശൂലം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും ജീവിച്ചിരിക്കില്ല, അതിന് സംശയമില്ല എന്ന് ഒരു മുന്നറിയിപ്പ് താപസന്മാർ കൊടുത്തിരുന്നു. എന്തായാലും അതൊക്കെ കേട്ട് നേരം വെളുത്തപ്പോൾ അദ്ദേഹം തൻ്റെ കൃതകൃത്യനായി, ആ കൃത്യത്തിനാണ് എന്തിനാണ് വന്നത്, ലവണാസുരനെ വധിക്കാനായിട്ട്, ആ കൃത്യത്തിനായിട്ട് പുറപ്പെട്ടു. ആഹാരം തേടിപ്പോയി ലവണനെന്നതറിഞ്ഞാഹവത്തിനു ചെന്നു ഗോപുരദ്വാരി പുക്കാൻ. വിവരമൊക്കെ മനസ്സിലായി. രാമദേവനിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു ഇവൻ ആഹാരം തേടി പോകുമ്പോൾ ശൂലം എടുക്കാതാണ് പോകുന്നത്. ആ തക്കം നോക്കി അവിടെ ഗോപുരവാതുക്കൽ നിലയുറപ്പിച്ചു ശത്രുഘ്നനും പടയും. മധ്യാഹ്നേ വന്നു മധുപുത്രനും അതുനേരം
ശത്രുഘ്നൻ തന്നെ കണ്ടു നിന്നിതു ലവണനും. ഏകദേശം ഉച്ചയായപ്പോഴേക്കും ആഹാരം ഒക്കെ സമാഹരിച്ച് മധുപുത്രനായ ലവണാസുരൻ തിരിച്ചെത്തി. അപ്പോൾ ഇതാ തൻ്റെ ഗോപുരദ്വാരത്തിൽ തന്നെ തടഞ്ഞ് നിൽക്കുന്നത് ആരാണ്? ശത്രുഘ്നനും പടയും. ചാപബാണങ്ങളോടും ശത്രുഘ്നൻ തന്നെ കണ്ടു സാപഹാസം ചൊല്ലിനാൻ മധുപുത്രനുമേവം. അമ്പും വില്ലും ഒക്കെ ധരിച്ചു നിൽക്കുന്ന രാമൻ്റെ അനുജനായ ശത്രുഘ്നനെ കണ്ടിട്ട് സാപഹാസവും അപഹസിച്ചുകൊണ്ട് ലവണാസുരൻ ഇപ്രകാരം പറഞ്ഞു. മുന്നവും എന്നെ കൊല്ലുവാൻ വന്നിതു പല നൃപർ, തന്നുടൽ തന്നു മമ നാഗലോകവും ബുക്കാർ. അതെ കുഞ്ഞെ, പണ്ടും ഇതുപോലെ ഒരുപാട് രാജാക്കന്മാർ എന്നെ വധിക്കാനായിട്ട് വന്നിരുന്നു. അവരെന്താണ് ചെയ്തതെന്നറിയാമോ? അവരുടെ ശരീരം എനിക്ക് തന്നിട്ട് അവർ നേരെ സ്വർഗത്തിലേക്ക് പോയി. അതായത് അവരെയൊക്കെ ഞാൻ വധിച്ചു എന്നർത്ഥം. ഇന്നു കിട്ടിയ മാംസം പോരാഞ്ഞുണ്ടുള്ളിൽ ഖേദം, നിന്നെയും തിന്നാൽ വിശപ്പെല്ലാമേ അടങ്ങിയിടും. ഇന്നെനിക്ക് ഇര തേടി പോയ സമയത്ത് വയറ് നിറയെ കഴിക്കാനൊന്നും കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ എന്തായാലും ദൈവം എനിക്ക് നിന്നെ കൂടി എത്തിച്ചു തന്നത് എൻ്റെ ഭാഗ്യം. എനിക്കിന്ന് വയറ് നിറയും നിന്നെ കൂടി തിന്നു കഴിഞ്ഞാൽ. ഇത്തരം കേട്ടു കോപം വർദ്ധിച്ചു നിൽക്കുന്നൊരു ശത്രുഘ്നൻ തന്നെ നോക്കിക്കൂടാതെ തേജസ്വടും മധ്യാഹ്നമാർത്താണ്ടൻ തൻ മണ്ഡലമെന്ന പോലെ സിദ്ധഗന്ധർവാദികൾ വിസ്മയപ്പെട്ടു നിന്നാർ. ഇങ്ങനെയുള്ള അപഹാസം കേട്ടിട്ട്, ആരുടെ? ലവണാസുരൻ്റെ അപഹാസം കേട്ടിട്ട്, അപഹസിച്ചത് കേട്ടിട്ട് ശത്രുഘ്നൻ ആകെ കോപം കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ കണ്ടാലിപ്പോൾ കത്തിജ്വലിച്ച് നിൽക്കുന്ന മധ്യാഹ്ന സൂര്യനെ പോലെയാണ്. സിദ്ധഗന്ധർവാദികളൊക്കെ അദ്ദേഹത്തെ നോക്കിയിട്ട് വിസ്മയപ്പെട്ടു പോയി. ഇതാര് എന്നുള്ള ആ ഭാവത്താൽ. ശത്രുഘ്നനോടു മധുപുത്രനു മുറ ചെയ്താൻ, യുദ്ധത്തിനായിക്കൊണ്ടു നീ വന്നുവെന്നാകിലിനി നിന്നാലും അത്ര ഭവാൻ അരനാഴിക നേരം ചെന്നു ഞാൻ ആയുധവും ധരിച്ചു വന്നിടുവൻ. ഓ ശരി, എന്തായാലും അങ്ങ് യുദ്ധത്തിനായിട്ട് വന്നതല്ലേ, ഒരു കുഴപ്പമില്ല. ഒരു അര നിമിഷം നിൽക്കുക, കാക്കുക. ഞാൻ അകത്ത് പോയി എൻ്റെ ആയുധമെടുത്ത് ഇതാ വരാം. എന്നാൽ നിന്മതമെല്ലാം അടക്കിയിടുവനെന്നു ചൊന്നവൻ തന്നോടാശു ശത്രുഘ്നനരുൾ ചെയ്ത. ഇപ്രകാരം പറഞ്ഞു, ഒരു അര നിമിഷം നിൽക്കുക എന്ന് പറഞ്ഞിട്ട്, ഇത് തന്നെയല്ല, എന്നാൽ അതായത് ഞാൻ എൻ്റെ ആയുധം എടുത്തു വന്നാൽ നിൻ്റെ അഹങ്കാരം, നിൻ മതമെല്ലാം അടക്കും, നിൻ്റെ അഹങ്കാരമൊക്കെ ഇപ്പം ഞാൻ തീർത്ത് തരാം എന്ന് ശത്രുഘ്നനോട് പറഞ്ഞു. അപ്പോൾ ശത്രുഘ്നൻ എന്താണ് പറഞ്ഞത്? ദുഷ്ടരെ കണ്ണിൽ കണ്ടാലയക്കെന്നുള്ളതില്ല, നഷ്ടമാക്കാതെ അത് നൃപധർമ്മവുമല്ല. ദുഷ്ടന്മാരെ കാണുന്ന സമയത്ത് തന്നെ അവരെ വധിക്കുക എന്നുള്ളതാണ് രാജധർമ്മം. അവരെ അങ്ങനെ ഞാൻ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് വരാം എന്നൊന്നും പറഞ്ഞ് അയക്കാറില്ല. നില്ലൊരു വിനാഴിക നേരം നീ എന്നാൽ നിന്നെ സ്വർലോകത്തിനു തന്നെ യാത്രയാക്കിയിടാമല്ലോ. നീ എന്നെ സ്വർഗത്തേക്ക് പറഞ്ഞയക്കുന്നവനല്ലേ, അല്പസമയം എൻ്റെ മുന്നിൽ നിൽക്ക്, ഞാൻ നിന്നെ അങ്ങോട്ട് യാത്രയാക്കിയേക്കാം. ശ്രുത്വാ ശത്രുഘ്നവാക്യം ക്രുദ്ധനാം നക്തഞ്ചരനാദ്രിപാഷാണ വൃക്ഷവൃന്ദത്താൽ
പ്രഹരിച്ചാൻ. ഇപ്രകാരം ശത്രുഘ്നൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ഉടൻ തന്നെ കയ്യിൽ കിട്ടിയതെന്താണ്? വൃക്ഷങ്ങളും കല്ലുകളും. അവ കൊണ്ട് ശത്രുഘ്നനെ പ്രഹരിക്കാൻ തുടങ്ങി ഈ ലവണാസുരൻ. അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ അവയെല്ലാം ശത്രുഘ്നൻ. പിന്നെ രഘുനായകദത്തമാസ്ത്രം ഭക്തി കൈക്കൊണ്ടു ജപിച്ചയച്ചാൻ. അതു നേരം ഉത്തമാംഗവും മുറിച്ചിടിനാൻ ജിതശ്രമം. ഹരേ രാമ. ഉടൻ തന്നെ രഘുനാഥൻ തൻ്റെ തന്നയച്ച ആ നാരായണാസ്ത്രം ലവണാസുരനിൽ പ്രയോഗിച്ചു. അവൻ്റെ തല ഛേദിച്ചു. പൃഥ്വിയും പിളർന്നുപോയ അബ്ധിയിൽ മുഴുകി തന്നുത്തമ തൂണി തന്നിൽ പൊക്കിതു വിശിഖയും. അസ്ത്രം പോയിട്ട് ലവണാസുരൻ്റെ ശിരസ് ഛേദിച്ചു. പൃഥ്വിയും ഛേദിച്ച് പോയി ആ സമുദ്രത്തിൽ പോയി അത് കഴുകി നേരെ ശത്രുഘ്നൻ്റെ അവനാഴിയിൽ തന്നെ വന്നു ചേർന്നു. യമുനാ തീരസ്ഥന്മാരാകിയ മുനികളും അമിതാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. ലവണാസുരവധമറിഞ്ഞ ആ മാമുനിമാരെല്ലാം വളരെ സന്തുഷ്ടന്മാരായി. 4 വത്സരം കൊണ്ടു ശത്രുഘ്നൻ മധുവനം ആലയങ്ങളാൽ പരിപൂർണമായി തീർത്താനല്ലോ. 4 വർഷം അവിടെ താമസിച്ച് കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് മേടുകൾ നിരത്തി പല പരിഷ്കാരങ്ങളും അദ്ദേഹം വരുത്തി. കോട്ടയും ഗോപുരങ്ങൾ മതിലും കിടങ്ങുകൾ ഗോഷ്ടങ്ങൾ ദേവാലയം ചാതുർവർണ്ണ്യാലയങ്ങൾ യമുനാ തീരസ്ഥലെ മധുരാപുരി നൂനം അമരാപുരിയിലുമേറ്റമായി ശോഭിക്കുന്നു. അവിടെ ആ നല്ല ഒരു ജനവാസയോഗ്യമായ രാജ്യമാക്കി തീർത്തു. ആ രാജ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അവിടെ ചെയ്യിച്ചു. കോട്ട, ഗോപുരങ്ങൾ, കിടങ്ങുകൾ, മതിലുകൾ എന്ന് വേണ്ട, പിന്നെ ചാതുർവർണ്ണത്തോടു കൂടി എല്ലാ തരത്തിലുമുള്ള ആൾക്കാർക്ക് വസിക്കാനായിട്ടുള്ള ആ പാർപ്പിടയോഗ്യമായ ആലയങ്ങൾ പണിതു എന്ന് വേണ്ട അതിമനോഹരമായ ഒരു പട്ടണമാക്കി ആ മധുവനം. എന്നിട്ട് അതിനെന്താ പേര് കൊടുത്തത്? മധുര. ആ മധുരയാണ് ഇന്നത്തെ ഉത്തർപ്രദേശിലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമായ മധുര. അത് അമരാപുരി പോലെയാണ് ശോഭിക്കുന്നത്, സ്വർഗം പോലെയാണെന്ന്. എന്തായാലും ഒരു നല്ല കാര്യമാണ് ശത്രുഘ്നൻ ചെയ്തത്. തത്രൈവ ചിരകാലം വസിച്ചു ശത്രുഘ്നനും മിത്രവർഗത്തെ കാൺമാനായി കൊണ്ടു പുറപ്പെട്ടാൻ. അങ്ങനെ അവിടെ 4 വർഷത്തിന് ശേഷം അയോധ്യയിലേക്ക് തൻ്റെ ബന്ധുജനങ്ങളെ കാണാനായിട്ട് ശത്രുഘ്നൻ തിരിച്ചു. സ്വൽപസൈന്യനായി നിജതാപസജനത്തോടും ഉൽപ്പന്നാനന്ദം വാൽമീകാശ്രമം പൊക്കിയിടിനാൻ. ബാക്കിയുള്ള പടയൊക്കെ ഇവിടെ നിർത്തിയിട്ട് കുറച്ച് സൈന്യങ്ങളുമായിട്ട് അദ്ദേഹം തിരിച്ചു പോരുകയുണ്ടായി. പോരുന്ന വഴിക്ക് വാൽമീകി ആശ്രമത്തിൽ പ്രവേശിച്ചു. സൽക്കാരം ചെയ്തു മുനി മുഖ്യനാം വാൽമീകിയും മുഖ്യഭോഗേന നിശിവസിച്ചു മുനിയുമായി. അങ്ങനെ വാൽമീകി മഹർഷിയുടെ അതിഥിയായിട്ട് അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി. പ്രത്യുഷശുദ്ധായ മധ്യാഹ്നേ ചെന്ന അയോധ്യയിൽ ബദ്ധമോദേന പൊക്കാൻ രാമപാദാബ്ജങ്ങളിൽ നത്വാ പൂർവജന്മാരെ വന്ദിച്ചാൻ ഭക്തിയോടെ. അദ്ദേഹം ആ
വാൽമീകി ആശ്രമത്തിൽ നിന്നും പുലർച്ചെ തന്നെ നിത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് അയോധ്യയിലേക്ക് യാത്രയായി. ഉച്ചയായപ്പോഴേക്കും അയോധ്യയിലെത്തി. സന്തോഷത്തോടു കൂടി, ആ സന്തോഷാശ്രുപൂർണ്ണ നേത്രത്തോടെ രാമദേവൻ്റെ തൻ്റെ ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു ശത്രുഘ്നൻ. എന്നിട്ട് ബാക്കിയുള്ള ജ്യേഷ്ഠന്മാരെയും വന്ദിച്ചു. ചിത്താനന്ദേന ഉണർന്നിടിനാരവർകളും സഹോദര സ്നേഹം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ പരസ്പരം വാത്സല്യത്തോടെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. മാതാക്കന്മാരെ വന്ദിച്ചാദരപൂർവം അവൻ ഖേദവും കളഞ്ഞാശീർവാദവും ചെയ്താർ. എല്ലാ അമ്മമാരെയും പോയി വന്ദിച്ചു. അവരൊക്കെ മകനെ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. മധുനന്ദനൻ തന്നെ വധിച്ച പ്രകാരവും മധുരാപുരം തത്ര സത്വരം തീർത്തവാറും രാമചന്ദ്രനെയും മറ്റുള്ളവരെയും കേൾപ്പിച്ച് ആമോദം പൂണ്ടു വസിച്ചിടിനാൻ ചില ദിനം. അങ്ങനെ ഇവിടെ സംഭവിച്ച ഉണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാവരെയും പറഞ്ഞു കേൾപ്പിച്ച് സന്തോഷത്തോടു കൂടി കുറച്ച് നാൾ അവിടെ അയോധ്യയിൽ ഇങ്ങനെ കഴിഞ്ഞു. രാഘവൻ തിരുവടിയരുളി ചെയ്താൻ പിന്നെ വൈകാതെ പോക വേണം മധുരാപുരിക്കു നീ. അങ്ങനെ അയോധ്യയിൽ കുറച്ച് നാൾ സന്തോഷത്തോടു കൂടി ഇങ്ങനെ സോദരന്മാരും അവരുടെ കുടുംബവും ഒക്കെ ഇങ്ങനെ പാർത്തു വരവേ രാമദേവൻ ശത്രുഘ്നനോട് പറഞ്ഞു, വൈകാതെ നീ മധുരാപുരിക്ക് പോകണം എന്നതു കേട്ട നേരം ശത്രുഘ്നനുര ചെയ്താൻ, എന്നോടിത്തരമരുൾ ചെയ്യരുതിനിയേതും നിന്തിരുവടി തന്നെ പിരിഞ്ഞാൽ പൊറുക്കയില്ല അന്ധനാമടിയനു കാരുണ്യവാരാന്നിതേ. അങ്ങ് എന്നോട് നിയോഗിച്ച കാര്യം ഞാൻ നിർവഹിച്ചു വന്നിരിക്കുകയാണ്. ഇനി അങ്ങേ പിരിഞ്ഞാര നിമിഷം പോലും എനിക്കിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദയവായിട്ട് അങ്ങ് എന്നോടിനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. മധുരാപുരിയിൽ തന്നെ പോകണം, നീ അവിടുത്തെ രാജാവായി കഴിഞ്ഞോണം എന്നൊക്കെ ആണ് അനുജന് നിർദ്ദേശം കൊടുത്തത്. മുമ്പ് തന്നെ അവിടുത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്താണ്. അവിടെ ഒരു രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പണ്ട് രാമദേവൻ വിഭീഷണനെ അഭിഷേകം ചെയ്തിരുന്നുവല്ലോ ലങ്കാധിപതിയായിട്ട്. അതുപോലെയാണ് അവിടെ ഒരു രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ആ മധുരാപുരിയിലെ രാജാവായിട്ട് ശത്രുഘ്നനെ അഭിഷേകം ചെയ്തിരുന്നുവല്ലോ. അപ്പോൾ ഇപ്പോൾ പറയുകയാണ് നീ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണമെന്ന്. പക്ഷേ ആ ബാലൻ അത് കേട്ടില്ല. ഇത്തരം വാക്കു കേട്ടു രാഘവൻ അരുൾ ചെയ്താൻ, എത്രയും ബാലൻ തന്നെ നീ എന്നു ധരിച്ചേൻ ഞാൻ. എത്രയും പ്രയാസം ചെയ്തുണ്ടാക്കി തീർത്ത രാജ്യം വ്യർത്ഥമാക്കരുതെന്നു നിന്നുള്ളിലുണ്ടാകേണം. ഹേ ഭോഷ, എത്രയും ബാലൻ, ഇവിടെ പറഞ്ഞ ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്തവൻ എന്നാണ് മനസ്സിലാക്കുന്നത്. നീ ഇത്ര കഷ്ടപ്പെട്ട് ഒന്നാന്തരം ഒരു രാജ്യം തയ്യാറാക്കി, അവിടെ ജനങ്ങളുമുണ്ട്, അവരെയൊക്കെ ആരാ നോക്കുന്നത്? അനാഥമാവില്ലേ ആ രാജ്യം? അതുകൊണ്ട് അത് പാഴാക്കിക്കളയരുത്. അർദ്ധവും പുരുഷകാരത്തോടുകൂടി നിനക്ക് അത്രയുണ്ടപേക്ഷ, എന്നാൽ അത് കൊണ്ടുപോക. നിനക്ക് എത്ര ആൾക്കാർ വേണമെങ്കിൽ അത് തരാം, എത്ര ധനം വേണമെങ്കിൽ അത് തരാം. അവിടേക്ക് പോവുക, നീ അവിടുത്തെ ചക്രവർത്തിയായിട്ട് തന്നെ വാഴുക എന്നരുൾ ചെയ്തു പുണർന്നയച്ചാൻ അനുജനെ. ചെന്നുടൻ മധുരയിൽ വാണിതു ശത്രുഘ്നനും.
അങ്ങനെ ധാരാളം ധനങ്ങളും ആയുധങ്ങളും പടകളും ഒക്കെ ആയിട്ട് വീണ്ടും ശത്രുഘ്നനെ മധുരാപുരിയിലേക്ക് രാമദേവൻ അയച്ചു. ആ മധുരാപുരിയിലെ രാജാവായി ശത്രുഘ്നൻ വാണു. ഉത്തരരാമായണ പഠനത്തിൻ്റെ 26-ാം ദിനം നമുക്കിവിടെ സമ്പൂർണ്ണമാക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു. ജനകീകാന്തസ്മരണം ജയ ജയ രമ രാമ. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.